ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിങ് വന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കോർപ്പറേറ്റ് ലോ അല്ലെ. ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്ന ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു പോകുന്നവർക്ക് ലോയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ അത്ര പാടൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ പിക്ക് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs വർക്ക്ഔട്ട് ചെയ്ത് പോവുക. അപ്പൊ ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു കോർ ഏരിയ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസിൽ ബ്ലോഗിങ്ങിനെ കുറിച്ചാണ്. എന്താണ് വിസിൽ ബ്ലോഗിങ്? പണ്ട് ഇത് ശരിക്കും വന്നത്, ഈ വിസിൽ ബ്ലോഗിങ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം വന്നത് എന്തിനു വേണ്ടിയാണ്? കറപ്ഷൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കമ്പനികളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വിസിൽ ബ്ലോഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി വന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വിസിൽ ബ്ലോഗിങ് ഈസ് ദ ആക്ട് ഫോർ റിപ്പോർട്ടിംഗ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, ഫ്രോഡ്, അൺഎത്തിക്കൽ പ്രാക്ടീസസ് വിത്തിൻ എ കമ്പനി ടു ദ പബ്ലിക് അതോറിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്തിൻ എ കമ്പനി ടു ദ പബ്ലിക് അതോറിറ്റീസ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, ഫ്രോഡ്, അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എന്താണ്, പബ്ലിക്കിലേക്ക് എത്തിക്കുകയാണ്. വിത്തിൻ ആ കമ്പനിക്ക് അകത്തുള്ള ആളുകൾ തന്നെ അത് പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണെന്ന് പറയുന്നത് വിസിൽ ബ്ലോഗർ. അത്തരത്തിലുള്ള ആളുകളെയാണ് വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെയാണ്. The term whistleblowing comes from practices of England police officer. England police officersൽ അവിടെ നിന്നാണ് ഈ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ലേറ്റർ ഇത് വളരെയധികം പോപ്പുലർ ആകുകയായിരുന്നു. അതായത് US സിവിൽ ആക്ടിവിറ്റീസിനകത്തൊക്കെ ഏത് കൊണ്ടുവന്നു? ഈ ഒരു വിസിൽ ബ്ലോഗിങ് കൊണ്ടുവന്നു. അതായത് ഇൻസൈഡർ ആയിരിക്കും, അതായത് ആ ഒരു കമ്പനിക്ക് അകത്തുള്ള ആളായിരിക്കും വിസിൽ ബ്ലോഗർ ആയിട്ട് മാറുന്നത്. അതായത് എംപ്ലോയി ആകാം. യൂഷ്വലി അവിടുത്തെ ആരാണ്? എംപ്ലോയി ആണ്. യൂഷ്വലി ഓൺ വൺ ഹു ബ്ലോ ദ അതായത് ആ അകത്തുള്ള കാര്യങ്ങൾ, ആ വിസിൽ ബ്ലോഗ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് വിസിൽ ബ്ലോഗർ. അയാൾ എവിടെയുള്ള ആളായിരിക്കും? കമ്പനിക്ക് അകത്തുള്ള ആളായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി അതാരായിരിക്കും? ആ കമ്പനിയിലെ എംപ്ലോയീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പബ്ലിക്കിന്റെ മുന്നിലേക്ക് അല്ലെ പബ്ലിക് അതോറിറ്റീസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് വിസിൽ ബ്ലോഗിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. പ്രൊമോട്ട് എ ഹെൽത്തി കോർപ്പറേറ്റ് കൾച്ചർ ആൻഡ് ബൈ ഡിസ്കറേജിങ് ദ അൺഎത്തിക്കൽ ബിഹേവിയർ. ഹെൽത്തി ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ, കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ അവോയ്ഡ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ വിസിൽ ബ്ലോഗിംഗ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ എഫക്റ്റീവ് എത്തിക്കൽ കൺട്രോൾ വിത്തിൻ ദ ഓർഗനൈസേഷനകത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു നോർമൽ രീതിയിൽ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പോരായ്മകളും വരാതെ, ഇല്ലീഗൽ ആയിട്ടുള്ള കറപ്ഷനുകൾ, ഫ്രോഡുകൾ, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും വരാതെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നുണ്ട്? ഈ വിസിൽ ബ്ലോഗിംഗ് ഉള്ളതിലൂടെ സാധിക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇന്റേണൽ എത്തിക്കൽ കൺട്രോൾ എന്ന് കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എഫക്റ്റീവ് ഇന്റേണൽ എത്തിക്കൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഏതിലൂടെ സാധിക്കുന്നുണ്ട്? ഈ വിസിൽ ബ്ലോഗിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് the transparency and accountability in company. കമ്പനിയിൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് വിസിൽ ബ്ലോഗിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ എൻകറേജ് ദ എംപ്ലോയീസ് ടു റൈസ് ദ കൺസേൺ ത്രൂ ദ പ്രോപ്പർ ചാനൽസ്. അതായത് എംപ്ലോയീസിന് അവരുടെ കൺസേണുകൾ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ്, അവരുടെ ഇഷ്യൂസ് ഒക്കെ പ്രോപ്പർ ചാനലിലൂടെ എത്തിക്കാനായിട്ട് ഈ വിസിൽ ബ്ലോഗിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ wrong doing within the organization. ആ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന wrong doing, തെറ്റായിട്ടുള്ള ഇടപെടലുകൾ അല്ലെ തെറ്റായിട്ടുള്ള നടപടികൾ, അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് പബ്ലിക് അതോറിറ്റീസിന് മുമ്പിൽ എത്തിക്കാനും ഇതിലൂടെ സാധിക്കും, വിസിൽ ബ്ലോഗിങ്ങിലൂടെ സാധിക്കും. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് വിസിൽ ബ്ലോഗേഴ്സ് ആണ്. വിസിൽ ബ്ലോഗേഴ്സ് പലതരത്തിലുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ്. ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. ദീസ് ആർ ദ എംപ്ലോയീസ് വിത്തിൻ ദ കമ്പനി ഹു റിപ്പോർട്ട് ദ മിസ്കണ്ടക്ട് ഓർ wrong doing ടു അനദർ എംപ്ലോയീസ് ഓർ ഹയർ മാനേജ്മെന്റ്. അതായത് മറ്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ റോങ് ആയിട്ടോ അൺഎത്തിക്കൽ ആയിട്ടോ ഫ്രോഡിലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും? അത് ഹയർ ആയിട്ടുള്ള അതോറിറ്റികളിലേക്ക് അറിയിക്കുകയോ അല്ലെ
മാനേജ്മെന്റിൽ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ ദ എംപ്ലോയീസ് വിത്തിൻ ദ കമ്പനിക്ക് അകത്തുള്ള ആളുകൾ തന്നെയായിരിക്കും ഹു റിപ്പോർട്ട് ദ മിസ്കണ്ടക്ട് ഓർ റോങ് ഡൂയിങ് ടു അതർ എംപ്ലോയീസ് ടു ഓർ ഹയർ അതോറിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ എംപ്ലോയീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷനിലെ മറ്റു ആളുകളൊക്കെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്, അൺഎത്തിക്കലോ ഇല്ലീഗലോ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അത് പബ്ലിക്കിനെ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിനെ അറിയിക്കാനായിട്ട് എന്ത് ചെയ്യുകയാണ്, അതിനകത്ത് തന്നെയുള്ള ആളുകൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ്. അതായത് ദീസ് വിസിൽ ബ്ലോഗേഴ്സ് റിപ്പോർട്ട് ദ ഇഷ്യൂ ടു ദ പബ്ലിക് ഓർ എക്സ്റ്റേണൽ അതോറിറ്റി. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവരും അകത്തുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ ഇവര് അറിയിക്കുന്ന ആരെയാണ്, പബ്ലിക്കിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റീസിനെ കൊണ്ടുപോയി അറിയിക്കുകയാണ്. മറ്റേന്ന് പറയുന്നത് എന്താണ്, ഹയർ ആയിട്ടുള്ള അതോറിറ്റിയാണ്. അതായത് ആ ഓർഗനൈസേഷനിലെ തന്നെ ഹയർ അതോറിറ്റീസിനെയോ അല്ലെ മറ്റ് എംപ്ലോയീസിനെ ഒക്കെ അറിയിക്കുകയാണ് ചെയ്യുന്നത്, ഇന്നുപോലൊരു റോങ് ആയിട്ടുള്ള കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ എന്താണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് ആണെങ്കിൽ അവര് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് ആണ് ശരിക്കും എന്താണ് ആ ഓർഗനൈസേഷൻ അകത്തുള്ളവർ തന്നെയാണ്. ഇവർ എന്ത് ചെയ്യാണ്, വിസിൽ ബ്ലോഗേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന പബ്ലിക്കിൽ അല്ലെ എക്സ്റ്റേണൽ അതോറിറ്റീസ് ആയിരിക്കും. സച്ച് ആസ് ദി ഗവൺമെന്റ് ഏജൻസീസിനോ റെഗുലേറ്ററി ബോഡീസിനോ ഒക്കെ ആയിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഇഷ്യൂ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നത്. അടുത്ത സൈബർ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിസിൽ ബ്ലോഗിംഗ് ഡൺ ത്രൂ ദ ഡിജിറ്റൽ ചാനൽസ്. ഡിജിറ്റൽ ആയിട്ടുള്ള ചാനൽസ് വഴി ഇവർ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്, ഈ ഒരു ഫേം നടത്തുന്നുണ്ട്, അല്ലെ ഇവർ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ഇവർ മിസ്കണ്ടക്ട് ആണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സോഷ്യൽ മീഡിയ ചാനലിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് ഈ സൈബർ വിസിൽ ബ്ലോഗേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സച്ച് ആസ് റിപ്പോർട്ടിംഗ് ദ സെക്യൂരിറ്റീസ് ബ്രീച്ചസ്, ഹാക്കിങ്, അതുപോലെ അതർ സൈബർ റിലേറ്റഡ് മിസ്കണ്ടക്ട്, സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്കണ്ടക്റ്റുകൾ, അതുപോലെ ഹാക്കിങ്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂസിന്റെ ഒക്കെ കാര്യങ്ങൾക്കകത്ത് ഇവർ ഒരുപാട് മിസ്കണ്ടക്റ്റുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഹാക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഡേറ്റാസ് എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ റിപ്പോർട്ട് ചെയ്യിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് വരുന്നത് സൈബർ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇവർ സോഷ്യൽ മീഡിയ കൂടി അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് ഇവരും എന്ത് ചെയ്യുന്നത്, ഈ വിസിൽ ബ്ലോഗിങ് നടത്തുന്നത്. ഇവർ ആ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ വഴി ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഓർത്ത് വെക്കുക, വിസിൽ ബ്ലോഗിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വിസിൽ ബ്ലോഗിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ടൈപ്സ് ഓഫ് വിസിൽ ബ്ലോഗേഴ്സ് ആരാണ്, ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, സൈബർ വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്. ഇനി ഈ പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ്, വിസിൽ ബ്ലോഗേഴ്സിന് എന്ത് വേണം, പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അതായത് ഈ വിസിൽ ബ്ലോഗേഴ്സ് ഒരു കമ്പനിക്കകത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങളാണ് ഇവർ പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എങ്കിൽ ഇവരെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കേസ് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, ലോയ്ക്കകത്തൊരു കേസ് തന്നെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ വിസിൽ ബ്ലോഗിങ് ചെയ്ത ആളൊക്കെ വധിക്കപ്പെടുന്ന, അതെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സിൻസ് ദ വിസിൽ ബ്ലോഗേഴ്സ് എക്സ്പോസ് ദ റോങ് ഡൂയിങ് എക്സ്പോസ് ചെയ്യുന്ന ആളുകളാണ്, അത് പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ് വിസിൽ ബ്ലോഗേഴ്സ്. സോ ദേ ക്യാൻ ഫേസ് ദ എന്താണ് റിലേഷൻ ഫ്രം ദി എംപ്ലോയീസ് യൂണിയൻ ആൻഡ് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ യൂണിയനെയും അതുപോലെ തന്നെ മറ്റു ഒഫീഷ്യൽസിനെയും ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും, അല്ലെ അവർക്കെതിരെ പ്രവർത്തിക്കേണ്ടതായിട്ട് ഈ വിസിൽ ബ്ലോഗേഴ്സിന് വരും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻസ് ദാറ്റ് ദ വിസിൽ ബ്ലോഗേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി അവരിൽ നിന്നുമുള്ള ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ ഈ വിസിൽ ബ്ലോഗേഴ്സിന് ഉണ്ടാകുന്ന പോരായ്മയെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളത് തന്നെയാണ്. ബിക്കോസ് ഇവർ ഈ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ഡൂയിങ്സിനെ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുകയല്ലേ. സോ അതിനുവേണ്ടി എന്താണ് പ്രത്യേക ആക്ടുകളും പ്രത്യേക എന്താണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്നത്, ഈ പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സിൽ വരുന്നത്. അതാണ് പറഞ്ഞത്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻസ് ദാറ്റ് ദ വിസിൽ ബ്ലോഗേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി ഹറാസ്മെന്റ്, ത്രെറ്റ്സ് ഓർ എനി ഫോംസ് ഓഫ് ഏതെങ്കിലും ഫോമിൽ അവരെ എന്താണ് ഒരു ഹറാസ്മെന്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, ഹറാസ്മെന്റ് ഓഫ് ഭീഷണിയോ അല്ലെങ്കിൽ എന്താണ് അവരെ ആ ഒരു കാര്യം പബ്ലിക്കിലേക്ക് എത്തിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഹറാസ്മെന്റുകളോ അവരെ ത്രെട്ടൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനെതിരെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ആരെ പ്രൊട്ടക്ട് ചെയ്യണം, വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് എന്തുകൊണ്ടെന്ന് ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് ദ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടെന്ന് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദ പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ് ഈസ് ഗവേൺഡ് ബൈ ഏതാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫോമേഴ്സ് ആക്ട് 2002 കൊണ്ടുവന്നത് 2002 എന്നാണ് നമ്മളുടെ ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫോമേഴ്സ് ആക്ട് പ്രകാരമാണ് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഓർത്തു വെച്ചോണം, ആരെ പ്രൊട്ടക്ട് ചെയ്യുന്ന വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. റെക്കമെൻഡഡ് ബൈ ദ ലോ കമ്മീഷൻ
ഓഫ് ഇന്ത്യ. ദ ലോ വാസ് റീനെയിംഡ്, ഈ ലോയെ റീനെയിം ചെയ്ത്, അതായത് ഏത് ലോയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫർമേറ്റേഴ്സ് ആക്ട് 2002 അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2002 റീനെയിം ചെയ്ത് വന്നതാണ് എന്ന് പറയുന്നത് വിസിൽ ബ്ലോഗേഴ്സ് പ്രൊട്ടക്ഷൻ ബില്ല് 2011. വിസിൽ ബ്ലോഗേഴ്സ് പ്രൊട്ടക്ഷൻ ബില്ല് 2011 ആൻഡ് അത് പാസ് ചെയ്തത് ഡിസംബർ 2011 അത് കംസ് ഇൻ ടു ഫോഴ്സിലേക്ക് എത്തിയത് 9th May 2014 എന്നാണ്. 9th May 2014 അത് വന്നത്. എൻഷുർ ദ ലീഗൽ പ്രൊട്ടക്ഷൻ ആർക്ക് കിട്ടാൻ തുടങ്ങി? അതിനുശേഷം വിസിൽ ബ്ലോഗേഴ്സിന് ലീഗൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് തുടങ്ങി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ വിസിൽ ബ്ലോഗിംഗ് ഈസ് ഇൻകറക്റ്റ്? വിസിൽ ബ്ലോഗിംഗ് ഈസ് ഇൻകറക്റ്റ്. Whistleblowing slowly involves the reporting the issue to external authorities or the public, and whistleblowing enhances the corporate accountability and transparency. Internal whistleblowing involves reporting the misconduct to higher management within the same organization. Cyber whistleblowing includes reporting the digital security breaches and cyber related misconduct. ഇതിനകത്ത് ഏതാ മക്കളെ തെറ്റായിട്ടുള്ളതാണ്. wrong ഏതാണെന്നാണ്, ഇൻകറക്റ്റ് ഏതാണെന്നാണ്. വിസിൽ ബ്ലോഗിംഗ് സ്ലോലി ഇൻവോൾവ്സ് റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ടു എക്സ്റ്റേണൽ അതോറിറ്റീസ് ഓർ ദ പബ്ലിക് എന്നുള്ളതാണോ? അതോ വിസിൽ ബ്ലോഗിംഗ് എൻഹാൻസ് ദ കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ആണോ? ഏതാ? വളരെ സിമ്പിൾ അല്ലേ? ഏത് ആൻസർ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ആദ്യത്തല്ലേ വരുന്നത്. അതായത് വിസിൽ ബ്ലോഗിംഗ് ക്യാൻ ഇൻവോൾവ്സ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. ഇന്റേണൽ വിസിൽ ബ്ലോഗിംഗ് ഒക്വയേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ വൈൽ എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗിംഗ് ഇൻവോൾവ്സ് ദ റിപ്പോർട്ടിംഗ്സ് ടു പബ്ലിക് അതോറിറ്റീസ് ഓർ റെഗുലേറ്ററി ബോഡീസ്. Therefore the statement 1, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അല്ലെ. അതായത് വിസിൽ ബ്ലോഗിംഗ് സ്ലോലി ഇൻവോൾവ്സ് ദ റിപ്പോർട്ടിംഗ് ഇഷ്യൂസ് ടു എക്സ്റ്റേണൽ അതോറിറ്റീസ് ഓർ പബ്ലിക് എന്നുള്ളത്, അതായത് ഇന്റേണലും നടത്തുന്നുണ്ട് അല്ലെ. അതുപോലെ സൈബർ ആയിട്ടുള്ള ബ്രീച്ചസ് ഒക്കെ ആണെങ്കിൽ അതും ഉണ്ട് അതെ, അത് അത്തരത്തിലുള്ള ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈബർ വിസിൽ ബ്ലോഗിംഗ് എന്നറിയപ്പെടും. അപ്പൊ നമ്മൾ വിസിൽ ബ്ലോഗിങ്ങിന്റെ വളരെ ചെറിയൊരു ഏരിയ ആണ് പഠിച്ചത്. വളരെ ചെറിയൊരു ഏരിയയും അതിനോട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ CCയെ സംബന്ധിച്ചിടത്തോളം CCയിൽ ഇപ്പൊ പുതിയതായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബാച്ച് ആണ്. ഈ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ എന്താണ് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, PDF മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ എല്ലാം ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. നിങ്ങൾ ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CC എന്ന് പറയുന്നത് ബെസ്റ്റ് ചോയ്സ് ആണ്. നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. ആ സമയം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക്, ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താനും ആദ്യം തന്നെ അഡ്വൈസ് നേടാനായിട്ടും നമ്മുടെ ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങളെ ഉറപ്പായിട്ടും സക്സസിലേക്ക് എത്തിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.